നമസ്കാരം. വീട്ടിലിരുന്ന് വലിയ ചെലവൊന്നുമില്ലാതെ നല്ല വരുമാനമുണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ബിസിനസ് ഐഡിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ സ്വന്തം വാഴയ്ക്ക ചിപ്സ്. നമ്മളെല്ലാവരും ഒരു ബിസിനസ് തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യം ഇതായിരിക്കും, അല്ലേ? കുറഞ്ഞ പൈസയ്ക്ക് തുടങ്ങി എങ്ങനെ വലിയ ലാഭം ഉണ്ടാക്കാം? ശരി, അതിനുള്ള ഒരു അടിപൊളി ഉത്തരമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, വേറെ എത്രയോ ബിസിനസ്സുകളുണ്ട്, പിന്നെന്താ ഈ വാഴക്ക ചിപ്സിന് ഇത്ര പ്രത്യേകത? പറയാം, അതിന് ഒന്നല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന സ്നാക്സ് ഏതൊക്കെയാ? അതിൽ ഉറപ്പായും വാഴയ്ക്ക ഉപ്പേരിയുണ്ടാകും. ഇതിന്റെ ഡിമാൻഡെന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രമുള്ളതല്ല, വർഷം മുഴുവനും എപ്പോഴും ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു എവർഗ്രീൻ ബിസിനസ്സാണ്. സാധാരണ കച്ചവടത്തിനു പുറമെ ഓണം പോലത്തെ ആഘോഷങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഡിമാൻഡ് ശരിക്കും റോക്കറ്റ് പോലെയാ കുതിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള മലയാളികൾക്കിടയിലും ഇതിന് വലിയ ഡിമാൻഡാണ്. അതുകൊണ്ടുതന്നെ കയറ്റുമതി ചെയ്യാനും നല്ല സാധ്യതകളുണ്ട്. ശരി, ഇതിന്റെ സാധ്യതകളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഇത് തുടങ്ങാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ? അതെ, എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് തുടങ്ങാൻ കയ്യിൽ എത്ര കാശ് വേണം? വലിയ തുകയൊന്നും വേണ്ടിവരുമോ? കണ്ടോ, ഒരുപക്ഷെ വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുണ്ടാകും. വെറും 20,000 രൂപ. അതെ, ഏകദേശം ഒരു 20,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റും. ഇത്രയും കുറഞ്ഞ മുതൽമുടക്ക് തന്നെയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ആകർഷണം. അപ്പോ ഈ 20,000 രൂപ എങ്ങോട്ടൊക്കെയാ പോകുന്നേ? പ്രധാനമായും നല്ല നാടൻ നേന്ത്രക്കായ വാങ്ങാൻ ഒരു 6,000 രൂപ, പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഒരു 5,000, ചിപ്സ് അരിയാനുള്ള സ്ലൈസറും മറ്റു പാത്രങ്ങൾക്കുമായി ഒരു 5,000, പിന്നെ പാക്ക് ചെയ്യാനുള്ള കവറുകൾക്ക് ഒരു 4,000. അത്രയുള്ളൂ, വളരെ സിമ്പിൾ. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കണ്ടില്ലേ? എല്ലാം നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് കിട്ടുന്നവയാണ്. നല്ല ഫ്രഷ് നാടൻ കായും നല്ല വെളിച്ചെണ്ണയും കിട്ടിയാൽ തന്നെ നമ്മുടെ ചിപ്സിന്റെ ക്വാളിറ്റി സൂപ്പറാവും. വിജയം പകുതി ഉറപ്പ്. ഇനി ലൈസൻസിന്റെ കാര്യമോർത്ത് പേടിക്കുകയേ വേണ്ട. നമ്മൾ വീട്ടിൽ ചെറിയ രീതിയിലല്ലേ തുടങ്ങുന്നത്, അപ്പോ ഒരു ബേസിക് FSSAI ലൈസൻസ് എടുത്താൽ മതി. പിന്നീട് ബിസിനസ് വലുതാകുമ്പോൾ മാത്രം ട്രേഡ് ലൈസൻസിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ തുടങ്ങാനുള്ള സാധനങ്ങളായി, ലൈസൻസിന്റെ കാര്യത്തിലൊരു ധാരണയുമായി. ഇനി ശരിക്കും കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ട് വിൽക്കും? നോക്കൂ, നല്ല ക്രിസ്പി ടേസ്റ്റി ചിപ്സ് ഉണ്ടാക്കാൻ വെറും 6 സിമ്പിൾ സ്റ്റെപ്പുകൾ മതി. കായത്തൊളി കഴിയുന്നു, അരിയുന്നു, വറുക്കുന്നു, ഉപ്പ് ചേർക്കുന്നു, തണുക്കുന്നു, പാക്ക് ചെയ്യുന്നു. കഴിഞ്ഞു. ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലേ? ശരി, ചിപ്സ് റെഡിയായി. ഇനി ഇതെവിടെ വിൽക്കും? നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ചെറിയ കടകളിൽ കൊടുക്കാം, സൂപ്പർ മാർക്കറ്റുകളിൽ സപ്ലൈ ചെയ്യാം, ചായക്കടകളിലും ക്യാന്റീനുകളിലുമൊക്കെ നല്ല ഡിമാൻഡായിരിക്കും. അതുമല്ലെങ്കിൽ വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയുമൊക്കെ നേരിട്ട് ഓർഡർ പിടിക്കാം. സാധ്യതകൾ ഒരുപാടുണ്ട്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭാഗത്തേക്ക് വരാം. ലാഭം. ഈ ബിസിനസ്സിൽ നിന്ന് ശരിക്കും എത്ര രൂപ ലാഭം കിട്ടും? ഭാവിയിൽ ഇതിനെ എത്രത്തോളം വളർത്താൻ പറ്റും? നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടാക്കാന് നമുക്ക് വരുന്ന ചെലവ് ഏകദേശം 20 മുതൽ 25 രൂപ വരെയാണ്. എന്നാൽ നമ്മളിത് മാർക്കറ്റിൽ വിൽക്കുന്നതോ 50 രൂപ മുതൽ 70 രൂപ വരെ വില കിട്ടും. ആ വ്യത്യാസം കണ്ടോ? അതാണ് നമ്മുടെ ലാഭം. അതെ, കൃത്യമായി പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് 40 മുതൽ 60% വരെ ലാഭം പ്രതീക്ഷിക്കാം. ഒന്നോർത്തു നോക്കൂ, ഇത്രയും കുറഞ്ഞ മുതൽമുടക്കുള്ള ഒരു ബിസിനസ്സിന് ഇത് വളരെ വളരെ മികച്ചൊരു ലാഭവിഹിതമാണ്. ഇത് വെറുമൊരു ചെറിയ കിച്ചൺ ബിസിനസ്സായി ഒതുക്കേണ്ട ഒന്നല്ല. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കാം, പുതിയ പുതിയ ഫ്ലേവറുകൾ, അതായത് ചില്ലി, പെപ്പർ ഫ്ലേവറൊക്കെ പരീക്ഷിക്കാം. പതിയെ ഹോൾസെയിൽ കച്ചവടത്തിലേക്കും എന്തിന് കയറ്റുമതിയിലേക്കും വരെ കടക്കാം. വളർച്ചയ്ക്ക് ശരിക്കും ആകാശമാണ് അതിര്. ഏതൊരു വലിയ വിജയയാത്രയും തുടങ്ങുന്നത് ആ ആദ്യത്തെ ചെറിയൊരു കാൽവെപ്പിൽ നിന്നാണ്. നിങ്ങളുടെ സ്വന്തം ബിസിനസ് എന്ന സ്വപ്നത്തിലേക്കുള്ള ആ ആദ്യത്തെ ചുവടുവെപ്പ്, അതെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിജയഗാഥ എഴുതി തുടങ്ങുന്നത്?